വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈനാസ്മലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 ആണ്. നമ്മളിവിടെ എന്റെ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പല സ്ഥലത്ത് ഇന്ന് പോകേണ്ടതുണ്ട്. പുറത്ത് പോകണം, കടയിൽ പോകണം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്നത്തെ ഡേ അല്ല എങ്കിലും കഴിഞ്ഞു പോയ സാധനം നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസിലാണ്. അപ്പൊ നമ്മുടെ ശിവക്കുട്ടന്റെ ശിവക്കുട്ടനെ വിളിച്ച് ഞങ്ങള് ഇപ്പൊ കാണിച്ചു തരാട്ടാ. ശിവക്കുട്ട കണ്ടതേ. ശിവക്കുട്ട മുടിയൊക്കെ അമ്മ ഈരി വൃത്തിയാക്കില്ലേ? ടാറ്റ കൊടുക്കുന്നു. ഹായ് ഹായ്. അയ്യോ അതിനകത്ത് കൈയിടല്ലേ. അങ്ങനെ ഇവിടെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛൻ പിന്നെ സ്ഥിരം TV കാണലാണ് കേട്ടാ. അമ്മ കാത്തൂനെ കുളിപ്പിക്കാൻ പോയി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇനിയിപ്പൊ നമുക്ക് രാവിലെ നമുക്ക് ഇന്ന് കഴിക്കാനുണ്ടായിരുന്നത് അതായത് ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറി കാണാൻ തിരിച്ചു വെച്ച് കാണിച്ചു തരാട്ടാ. അപ്പം നമുക്ക് രാവിലെ മുട്ടക്കറി ഉണ്ടായിരുന്നു. മുട്ടക്കറിയുടെ കൂടെ ഇടിയപ്പായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. പുറത്ത് പോകണം. പിന്നെ നമുക്ക് അപ്പം കാണാം. പിന്നെ എല്ലാവരും റെഡി ആകുന്ന സമയത്തിന് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ബണ്ണ് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. എനിക്കിത് ചേച്ചി ഞാൻ ഓർഡർ കൊടുത്തിട്ട് എനിക്ക് വീട്ടിലേക്ക് തന്നു വിട്ടതാണ്. ഒരു സാധനം കാണിച്ചു തരാം. ഇതുണ്ടാവും നെല്ലിക്ക ഇവിടെ അമ്മ ഉപ്പിലിട്ട് വെച്ചിരുന്നേനെ. നമുക്ക് നോക്കാം സെറ്റായാണ്. സൂപ്പറായിട്ടുണ്ട്. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ വിണ്ട് വരും. ഇപ്പം നല്ലതായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇട്ടാട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ട്, മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും കാന്താരി ഞങ്ങൾക്ക് ഇവിടെ കൂടുതലുള്ളതുകൊണ്ട് കാന്താരിയാണ് ഇടുന്നത്. നമ്മൾ ഇന്നൊരു സ്ഥലത്ത് ഒരു വീഡിയോ എടുക്കാൻ ചെല്ലാൻ ഒരു കടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകണം. അതിൻ്റെ ഷോർട്ട് വീഡിയോ എന്തായാലും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ കടയിലിട്ട് പോകാം. നമ്മുടെ ശിവക്കുട്ടിനെ ഒരുക്കണം. കാത്തു പാടി. കാത്തൂനെ കാണിച്ചില്ലല്ലോ. എത്ര നേരെ ബാ. എൻ്റെ കാത്തും പിന്നെ ഇവിടെ വരുമ്പോഴാണ് കേട്ടോ അവൾക്ക് ഹാപ്പി. അവള് വെറുതെ നെല്ലിക്ക എന്തായിക്കൊണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടോ? നെല്ലിക്ക ഉള്ളതാ. അവളൊന്ന് പനിയുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. നമ്മുടെ സെന്ററിൽ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന്. അപ്പൊ നമുക്ക് ഞാൻ റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശിവക്കുട്ടന്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചേട്ടായി വണ്ടി എടുക്കുന്നു. കാത്തു പോയിട്ട് വരാട്ടാ. അപ്പൊ നമുക്ക് നേരെ കടയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ആദ്യം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. നല്ല ഉച്ച സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഈ തയ്യക്കടയിലേക്കാണ്. തയ്യക്കട നമ്മുടെ സ്കൂളിന് തൊട്ടടുത്താട്ടോ. കാത്തു പഠിക്കുന്ന സ്കൂളിന് ഓപ്പോസിറ്റ് വരെ പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ തയ്യക്കടയിലെത്തി. നമ്മുടെ തയ്യക്കട അംഗനവാടിയും തയ്യക്കടയൊക്കെ ഒരുമിച്ചാണ് കേട്ടോ. അത് ഈ ഒരു സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ ചേട്ടായും കുഞ്ഞും കൂടി ആദ്യം കയറി. ഞങ്ങൾ പുറകിൽ ഞാനും നടക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ തയ്യക്കടയിൽ ഇപ്പം അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് ഒന്ന് ഷേപ്പ് ചെയ്യിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിത് ഈ കാണുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ അംഗനവാടി. മുകളിലാണ് അംഗനവാടി. നമ്മുടെ അംഗനവാടിയല്ല, ഇത് മണ്ണഞ്ചേരി ആ ഒരു സെൻറ്ററാണ്. പിന്നെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന തയ്യക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തയ്യക്കടയിൽ വന്നപ്പോൾ ഈ ഒരു ചേട്ടൻ, ഒരു ബംഗാളി ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചേച്ചി അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മളത് കൊടുത്തിട്ട് നമുക്ക് വേറെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയിട്ട് വന്നു കഴിയുമ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ കൊടുത്തിട്ട് പോന്നു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു പാത്രക്കടയിലാണ്. ഇത് ഹോൾസെയിൽ കട കൂടിയാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത തരം സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഈ അടുക്കളയിലോട്ടുള്ള സകലമാന പ്ലാസ്റ്റിക്, അലൂമിനിയം, ഇരുമ്പ്, നോൺ സ്റ്റിക്ക് എല്ലാ തരത്തിലുള്ള എല്ലാവിധ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. മുകളിൽ കണ്ടോ ഇഷ്ടംപോലെ ബക്കറ്റ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കും. അവിടെ വെക്കാൻ പോലും സ്ഥലമില്ലാത്ത തരത്തിൽ പാത്രങ്ങളുണ്ട്. നമ്മളിവിടെ വന്നതിൻ്റെ പ്രത്യേക കാരണമുണ്ട്. അത് നമ്മുടെ വീട്ടിലേക്ക്, അതായത് എൻ്റെ വീട്ടിലേക്ക് ഒരു 5-6 ഗ്ലാസ് വാങ്ങാനുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് തിരിച്ചു വരുന്ന സമയത്തിന് 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിൽ പറയാം. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു കേട്ടോ. ഇവിടെ ഇങ്ങനെ പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ. പിന്നെ നമ്മളിത് പാത്രങ്ങളൊക്കെ ഗ്ലാസ് എടുത്ത് നോക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു ഗ്ലാസ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ചുകൂടി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ഫ്ലവർ വർക്കാണ്, ഫ്ലവർ ആൻഡ് ലീഫ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം നമ്മുടെ വീട്ടിലെ ഗ്ലാസ് എല്ലാം ഇങ്ങനെ അമ്മയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി പോകും. കുറേ ഞാൻ നിന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വീണും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിലേക്ക് 5-6 ഗ്ലാസ് വാങ്ങാമെന്നോർത്ത് വന്നതാണ്.
അപ്പോൾ ഈ ഒരു ഗ്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പം ഇതിനും ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഓർത്തു അത് തന്നെ വാങ്ങിയേക്കാമെന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ആ ഒരു 5-6 അര ഡസൻ വാങ്ങിച്ചിട്ടോ 6 ഗ്ലാസ് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അത് ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ആ ചേച്ചി ചോദിച്ചേട്ടാ പിന്നെ അപ്പം ഞങ്ങളെയൊക്കെ കാണിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കാണിക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ചേച്ചിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം നമ്മുടെ ഉത്സവം പിറ്റേ ദിവസമാണ് കേട്ടോ, അടുത്ത ദിവസമാണ്. അടുത്ത 2 ദിവസങ്ങളായിട്ടാണ് ഉത്സവം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ പൊട്ടൽ നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമായിരുന്നു എടുക്കാൻ. അപ്പം ഇതിൻ്റെ ഓരോന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പൊട്ടലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. കൂടുതലും വർക്കുള്ള ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഗ്ലാസ്സും അതുപോലെ ഗ്ലാസ്സിൻ്റെ ഈ ചില്ല് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ പൊട്ടലും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ്സിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറ്റി നമ്മൾ നല്ല സൂപ്പർ ഗ്ലാസ് 6 എടുത്ത് വെച്ചു. അതങ്ങനെ വാങ്ങിച്ച് നമ്മൾ അതിൻ്റെ തന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവർക്ക് വേറൊരു ലേഡീസ് സ്റ്റോർ ഉണ്ട്. അടിപൊളി ലേഡീസ് സ്റ്റോർ ആട്ടോ. ഞാൻ എപ്പോഴും എല്ലാ സാധനങ്ങളും കൂടുതൽ നമുക്ക് വിലക്കുറവാട്ടെ. ഈ കമ്മലുകൾക്കൊക്കെ 60-70 ആ ഒരു റേഞ്ചേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കട കൂടിയാണ് എനിക്ക്. അപ്പം ഞങ്ങൾ കൂടുതലും വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന സമയത്താണെങ്കിലും കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ കാത്തുമ്പിക്കും എനിക്കും ഒക്കെ എല്ലാം വാങ്ങുന്നത് ഈ ഒരു ലേഡീസ് സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലേഡീസ് സ്റ്റോറിൽ വന്നത് എനിക്കൊരു കമ്മൽ വാങ്ങാനുണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ കുറച്ച് നമ്മുടെ ശിവക്കുട്ടനൊരു ഷൂ വാങ്ങണം. ഷൂ അല്ല, ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്ന ചെരുപ്പില്ലേ, ആ ഒരു ചെരുപ്പ് നോക്കി. പക്ഷേ ഉണ്ടല്ലോ ചെരുപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ 2 സ്റ്റെയർ കേസിന് മുകളിലാണ് കേട്ടോ ഇവർക്ക് ഈ ചെരുപ്പിൻ്റെ ഷൂസിൻ്റെയൊക്കെ കട വരുന്നത്. അതിൻ്റെ താഴെ ലേഡീസ് സ്റ്റോറും അങ്ങനെയാണ്. അപ്പോൾ അതേ ഒരുപാട് ചെരുപ്പുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ആ ഒരു പിങ്ക് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ആ ഒരു പിങ്ക് കളർ കണ്ടോ ചെരുപ്പ്, അത് ഒരു 6th വൺ ഇരിക്കുന്നത്. അപ്പോൾ അത് പക്ഷെ വാങ്ങിച്ചില്ല, ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ശിവക്കുട്ടനെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതായതുകൊണ്ട് അതിലേക്കൊന്നും അധികം കണ്ണോടിച്ചില്ല. പിന്നെ അതെ ആദ്യത്തെ നമുക്ക് ഏറ്റവും ചെറിയ സൈസ്, നമ്മുടെ ശിവക്കുട്ടിൻ്റെ കാലം അത്രയ്ക്കും ചെറുതാണ്. അപ്പോൾ അതേ ഇങ്ങനൊരു ചെരുപ്പ് ഷൂ കൊണ്ടുവന്നു കേട്ടോ. ഇത് നമ്മുടെ മറ്റേ കീക്കിയാണ് കേട്ടോ. കീക്കി ഷൂ ആണ്. കീക്കി ഷൂവിൻ്റെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മറ്റേ ഇതില്ലേ ബീഡ് തേനീച്ചയുടെ ചെറുതിൻ്റെ ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ ബി ഷൂസാണ്. പക്ഷേ ഷൂ ഇട്ട് നോക്കി, അളവ് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും പക്ഷേ അവൻ അത് ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ എന്നല്ല, അവൻ നടക്കുന്നില്ലായിരുന്നു. എത്ര ആഴ്ചയും കൊച്ചിനെ ഇങ്ങോട്ടും നമ്മൾ വിളിച്ചിട്ടും അവൻ നമ്മുടെ അടുത്തോട്ടും ഞാൻ മാറി നിന്ന് വിളിച്ചിട്ടും അവൻ വരുന്നില്ലായിരുന്നു. അവന് ഒരു അടി പോലും ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുന്നില്ലായിരുന്നു. അപ്പം പിന്നെ ഞാനോർത്തു പിന്നെ അത് വാങ്ങിയിട്ട് പ്രയോജനം ഇല്ല എന്ന് കരുതി. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയോണ്ട് വേണ്ട, ഇപ്പം മേടിക്കണ്ട. പിന്നെ നമുക്ക് സാധാരണ നോർമൽ ചെരുപ്പില്ലേ കീക്കി കിട്ടുന്നത്, ഈ ചെറിയ വള്ളി ചെരുപ്പ് പോലത്തെ, അത് വാങ്ങിച്ചിട്ട് ശീലിപ്പിച്ചിട്ട് ഇതിടാന്ന് കരുതിയിട്ട് നമ്മളത് അങ്ങനെ വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ വേറൊരെണ്ണം കൂടി ഇട്ട് തന്നു കേട്ടോ. അതും അടിപൊളി ചെരുപ്പായിരുന്നു. രണ്ടും ഒരു നേവി ബ്ലൂ കളറായിരുന്നു. രണ്ടും കീക്കി അടിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്ന ചെരുപ്പാണ്. ഇവനെന്താ കൂടുതലും പ്രശ്നം എന്നറിയാമോ, ഈ ചെരുപ്പ് ഇട്ടിട്ട് ഇപ്പം ഇട്ട് നോക്കിയാൽ ഒരു കല്ലും ഒരെണ്ണവും മറ്റേ കല്ല് വേറെയാണ് കേട്ടോ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് നല്ലത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാമെന്ന് ഓർത്തിട്ടാണ്. പക്ഷേ ഇതിട്ടുണ്ട് നടന്നു വരുമ്പോൾ അവന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കീക്കി സൗണ്ട് എവിടുന്നാണ് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അവിടെ നിർണ്ണയിച്ച് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതേ ഓരോന്നൊക്കെ കാണിച്ച് വിളിക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഇതിങ്ങോട്ടൊക്കെ തിരിച്ച് നിർത്തി. പിന്നെ നിതിൻ വാ എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ. അപ്പോൾ അതേ കൊച്ചു പിന്നെ വീഴാനും പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഭയം, ഇനിയിപ്പോൾ ഇത് വിട്ടിട്ട് പോയിട്ട് വീണാലോ എന്നുള്ള അത് ഓർത്തിട്ട് ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട, നമുക്ക് ആ ചെറിയ ഒരു വള്ളിച്ചെരുപ്പ് വീട്ടിലിട്ട് ഒന്ന് നോക്കാം. എന്നിട്ട് ഇച്ചിരി അവൻ നല്ലോണം നടന്ന് വരുന്ന സമയത്തിന് നമുക്ക് വേറെ നമുക്ക് നല്ല ചെരുപ്പ് വാങ്ങാമെന്ന് ഓർത്തിട്ട് നമ്മളതങ്ങനെ വാങ്ങാണ്ട് തിരിച്ചു പോരും കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ച് വരുന്ന വഴി നമ്മൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. കുട്ടനെ ഞാനാണെങ്കിൽ പൊതിഞ്ഞ് പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ദേ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു നമ്മുടെ ആ ഒരു ആരോഗ്യ കേന്ദ്രത്തിലാണ്, അതായത് സെൻറ്ററല്ല പട്ടാള ക്യാമ്പ്. നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ആശുപത്രിയാണ്. അവിടെ വന്നിട്ടുള്ളത് വേറൊന്നിനുമല്ല, നമ്മുടെ ശിവക്കുട്ടിനൊരു വിട്ടത് ചുമയുണ്ട്, അതൊന്ന് കാണിക്കണം, അതിനുവേണ്ടി വന്നതാണ്. പിന്നെ ചേട്ടായുടെ കയ്യിലൊന്ന് ഡ്രസ്സ് ചെയ്യണമായിരുന്നു. കയ്യിൽ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ പിന്നെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ കണിച്ചുളങ്ങര അമ്പലത്തിൽ പിന്നെ പണിക്ക് നിന്നപ്പോൾ എന്തോ പറ്റിയതാട്ടോ. ഒരു 3-4 സ്റ്റിച്ച് ഉണ്ട് കയ്യിൽ, അതൊന്ന് ഡ്രസ്സ് ചെയ്യണമെന്നും പറഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ സാധാരണ രീതിയിൽ കെട്ടിത്തരുമായിരുന്നു. ആ തുണിയാണ് നമ്മുടെ വീട്ടിലും ഉള്ളതാണ്. അത് പിന്നെ അവിടെ പോയി ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ശിവക്കുട്ടൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു, മരുന്ന് വാങ്ങിച്ചു. മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യൂ നിൽക്കാം കേട്ടോ. അവിടെ
ആൾ തീരെ കുറവായിരിക്കും ഉച്ച കഴിഞ്ഞ്. പക്ഷേ ടോക്കൺ 5 രൂപ കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മൾ ഈ മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ സാധനം എടുത്ത് കൊടുക്കുന്നത്. പിന്നെ അതെ നമ്മുടെ ശിവക്കുട്ടൻ കണ്ടോ, ഒരു നല്ല ഉറക്കം വന്നുണ്ട് കേട്ടോ പുള്ളിക്കാരന്. പിന്നെ അമ്മയാണെങ്കിൽ വിളിയോട് വിളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതേ ഈവനിങ് സമയമാട്ടോ ഈ കാണുന്നത്. ഞാൻ ഫുഡൊന്നും കഴിക്കാതെ ഞാൻ അങ്ങനെ കിടന്നു പോയി കേട്ടോ. രാവിലെ ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതെ ശിവക്കുട്ടൻ ഭയങ്കര ഡാൻസ്, ശിവക്കുട്ടനും കാത്തുമ്മയും കൂടി. ഇത് ഈവനിങ് സമയമാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ ഉള്ള സമയത്ത് ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ കളിയാണ്. പിന്നെ അച്ഛനും അമ്മയും മക്കളുടെയൊക്കെ കളി കഴിഞ്ഞിട്ട് സന്ധ്യാസമയപ്പോൾ അവർ രണ്ടുപേരും കൂടി നാമം ചൊല്ലുവാണ്. നാമം ചൊല്ലൽ കർമ്മവും കഴിഞ്ഞിട്ടേ നമ്മുടെ അകത്താണെങ്കിൽ നിതിനും അച്ഛനും കൂടി എന്തോ വാർത്ത എങ്ങാണ്ട് കാണുമായിരുന്നു TV-യിൽ. പിന്നെ അമ്മ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോറിന് കറി നമ്മുടെ ആ ഒരു നിത്യവഴുതനങ്ങ മെഴുക്ക് പുരട്ടിയതും പിന്നെ ചൂര അല്ല കേരയായിരുന്നു കേട്ടോ. അത് തന്നെ കേര കറിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അരച്ചു കൂട്ടാനുണ്ടായിരുന്നു. ഇളവങ്ക മോര് കറി, അതങ്ങനെ കഴിച്ചു. പിന്നെ ഇത് നമ്മൾ ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിൽ തന്നെ വിളവെടുത്ത പച്ചക്കറികളാട്ടോ. പിന്നെ അന്ന് രാത്രി എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു മോഹമാണ് കേട്ടോ, കുറച്ച് ചിക്കനും പൊറോട്ടയും കഴിക്കാൻ തോന്നി കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാട്ടോ ഇവിടെ ഇത് സ്കൂൾ ജംഗ്ഷന് അടുത്താണ് കേട്ടോ. ഇതെല്ലാം സ്കൂളിന് തൊട്ട് പറ്റിയുള്ള കടകളിലൊക്കെ കേട്ടോ നമ്മളെപ്പോഴും കൂടുതലും പോകുന്നത്. അപ്പോൾ ഈ കടയിലേക്ക് നമ്മൾ കയറി ചെന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള പൊറോട്ടയും ഇവിടുത്തെ ചിക്കൻ ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും മുന്നേ പാഴ്സലൊക്കെ നിന്നെ കൊണ്ട് വാങ്ങിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വൈൻഡപ്പ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം ആട്ടോ, ഇന്നാണ് എടുക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ വന്ന് ഭയങ്കരമായിട്ട് പല സ്ഥലത്ത് ഓടിയിട്ട് വന്നിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി. ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ കേരക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഡേ 1 ആണ്. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നാളെ പുതിയ എൻ്റെ വീട്ടിലെ പല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരെ ടാറ്റാ.